ഇന്നത്തെ വീഡിയോയിൽ സ്കിൻ കളർ എങ്ങനെയാണ് ആഡ് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. കാരണം കുറേ ആൾക്കാർ ചോദിച്ചു സ്ലോ ആയിട്ട് ചെയ്യുന്നു വീഡിയോസ്. അപ്പോൾ നമുക്കിത് മൊത്തം ഒരു ഫോട്ടോ ഫുള്ള് ഗ്രേഡ് ചെയ്യണ വീഡിയോ സ്ലോ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല ലോങ് ആവും. ഞാൻ അരമണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു ഫോട്ടോ ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്കിൻ കളർ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് അത് നോക്കിയത്. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. മേലത്തെ ഫ്ലെക്സ് ഐക്കൺ തൊട്ടുണ്ടെങ്കിൽ ഒരു ലെയർ ക്രിയേറ്റ് ആവും. എന്നിട്ട് ആ ലെയറിൻ്റെ മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരും. ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ അതിൽ ബ്ലെൻഡിങ് എന്ന് കൊണ്ട് കൊടുക്കണില്ലേ, അത് നോർമലായിട്ട് ഇപ്പോൾ കൊടുക്കണം. ആ നോർമൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ തൊട്ട് കഴിഞ്ഞിട്ട് കുറേ ബ്ലെൻഡിങ് ഓപ്ഷൻസ് വരാം. നമ്മൾ ഈ ബ്ലെൻഡിങ് ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണത്. ഞാനിതിൽ ഈ ആപ്പിൽ ചെയ്യുന്നത് ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ്, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു യൂസ്ഫുൾ ഞാൻ വീഡിയോസിൽ പറയാം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ഓവറിലെ അടിയിലായിട്ട് ഓവറിലെ സോഫ്റ്റ് ലൈറ്റ് എന്ന് കൊടുക്കണമല്ലോ, ഇത് രണ്ടിലേതിലൊന്നും നമുക്ക് സ്കിൻ കളർ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. സോഫ്റ്റ് ലൈറ്റാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുക എല്ലാത്തിലും. ഓവറിലെ അത് ഫോട്ടോയുടെ ക്ലാരിറ്റി നോക്കിയിട്ട് നമ്മൾ ആവശ്യാനുസരണം ആഡ് ചെയ്യാം. സോഫ്റ്റ് ലൈറ്റ് ഇടുക, ബാക്ക് അടിക്കുക. അപ്പോൾ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് സോഫ്റ്റ് ലൈറ്റ് ആക്കി. എന്നിട്ട് ഈ അടിയിലത്തെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരൊന്നും കാണട്ടെ. ഏറ്റവും ഫസ്റ്റ് 2 വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണുക കേട്ടോ. ഈ അടിയിലത്തെ പോയിന്റ് ഇട്ടാണ്ട് ആ സെറ്റിങ്സും കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതിൽ ബ്രഷ് എടുക്കുക, ബ്രഷിൻ്റെ അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ലൈബ്രറിക്ക് പോവും. അതിൽ നമുക്ക് എയർ ബ്രഷ് കൊണ്ട് ഇതുണ്ട്, സോഫ്റ്റ് ബ്രഷാണത്. എയർ ബ്രഷ് കൊണ്ട് സെറ്റ് ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ടൊരു റൗണ്ട് ഉണ്ടല്ലോ, അതാണ് കളർ പാലറ്റ്. അത് തൊട്ടാൽ കളർ പിക്ക് ചെയ്യാനുള്ള കളർ വീല് വരും. അതിലേറ്റ് മേലെയായിട്ട് കളറ് കോപ്പിക്ക് കൊണ്ട് സംഭവമുണ്ട്. കോപ്പിക്ക് എടുത്തിട്ട് ഓറഞ്ച് കളർ ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ സ്കിൻ കളർ തോന്നണത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഏതാണ് മാച്ചിങ് കളർ വെച്ചാൽ സ്കിൻ കളർ മാച്ചിങ് നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ രണ്ടാമത്തെ വഴിയിൽ YR1 കൊണ്ട് ഇതാണ് എടുക്കുന്നത്. അതെടുത്ത് ഇതിൽ ടാപ്പ് ചെയ്തിട്ട് റൈറ്റിക്കും ലെഫ്റ്റിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്ന സൈസ്. അതുപോലെ തന്നെ അടിയിൽ കളറിൻ്റെ അവിടെ ടൈപ്പ് ചെയ്തിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിക്ക് വലിച്ചാൽ സാച്ചുറേഷൻ കുറയും, റൈറ്റിക്ക് വലിച്ചാൽ സാച്ചുറേഷൻ കൂട്ടും. അപ്പോൾ അതാണ് അത് ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ബ്രഷ് എടുത്തു, കളർ പിക്ക് ചെയ്തു. എന്നിട്ട് ആ ലെയറിലിട്ടാണ് നമ്മളിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലെയറിലാണ് ഇപ്പോൾ വരയ്ക്കേണ്ടത്. ഫോട്ടോയുടെ മേലെയുടെ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലാണ് ചെയ്യണത്. ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻ യൂസ് ചെയ്യാനാണ് പോകുന്നത്. സ്കിന്നിൻ്റെ മേലെ കറക്റ്റ് ലൈറ്റ് ചേർന്നിട്ട് വരുന്നത്. അപ്പോൾ ബ്ലെൻഡിങ് ഓപ്ഷൻ നമുക്ക് മാറ്റിയിട്ട് നോക്കിക്കാം. ബ്ലെൻഡിങ് ഓപ്ഷൻ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലിൽ ഇട്ട് കഴിഞ്ഞാൽ വേണ്ട പെയിൻറ്റ് ചെയ്ത പോലെയും കളർ പെയിൻറ്റ് ചെയ്ത പോലെയും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻ, ഓരോ ബ്ലെൻഡിങ്ങിന് ഓരോ ഓപ്ഷനും ഓരോ യൂസ്ഫുൾ ഉണ്ട്. അപ്പോൾ അത് വരും വീഡിയോയിൽ നമുക്ക് അറിയാം. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക എല്ലായിടത്തും. ഈ ഹെയറിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ഫ്ലോ കുറച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹെയറിൻ്റെ മേലെ നല്ലോണം കയറിയ പോലെ കളറായിട്ട് തോന്നും. ഞാനിപ്പോൾ ഇത് റഫായിട്ട് ചെയ്യണുള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി റഫായിട്ട് ചെയ്യണുള്ളൂ. അതുപോലെ തന്നെ കൈയിൻ്റെ അവിടെയും ചെയ്യുക. കൈയിൻ്റെ അവിടെയും ഫ്ലോ ഒന്നുകൂടി കുറയ്ക്കുക. 50 ഇട്ടിന് ഒരു 40 ഇട്ടിട്ട് ചെയ്യുക. ഇത്ര ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ ഇത് തന്നെ എടുത്തിട്ട് ഇറേസർ എടുക്കുക. അടിയിലത്തെ പോയിന്റ് തൊട്ട് കഴിഞ്ഞാൽ ഇറേസർ കുറച്ച് ടൂൾസ് വരും. അതിൽ ഇറേസർ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പിടുത്ത ബ്രഷ് തന്നെ ഇറേസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ണിൻ്റെ അവിടെ മാത്രം മാറ്റി കൊടുക്കുക കളർ കറക്റ്റായിട്ട്. ഇതിൽ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഫോട്ടോ ഇപ്പോൾ എത്ര ക്ലിയർ ഉണ്ടെങ്കിലും ഒന്ന് പൊടിക്ക് ക്ലാരിറ്റി കുറയും, ഷാർപ്നെസ് ഒക്കെ ഒന്ന് കുറയും.
നല്ല ഫോക്കസ് ആയിട്ടുള്ള ഫോട്ടോ വെച്ചെങ്കിലും ഒരു ക്ലാരിറ്റി കുറയാനുള്ള ചാൻസ് അല്ല, ക്ലാരിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റ് റൂമിൽ കൊണ്ടിട്ടും ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് മാച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ അവിടത്തൊക്കെ മാറ്റി ഇനി ആ ലെയറിൻ്റെ മേലെ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക. അപ്പോൾ സ്കിൻ കളർ കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി ഒന്ന് ഫുള്ളായിട്ട് കുറച്ചിട്ട് മെല്ലെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമുക്ക് എവിടെയാണ് കറക്റ്റായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തുക. അതിൽ മതി 72, അതിൽ മതി. അപ്പോൾ അതിൽ നിർത്തി. വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സ്കിൻ കളർ ഇതാ ഏകദേശം ഈ ഒരു ഇതിലായി. ഇതൊരിക്കലും സ്കിൻ കളറ് ബ്രൈറ്റൻ ചെയ്യുക അതല്ല നമ്മൾ ചെയ്യുന്നത്. സ്കിൻ കളർ ആഡ് ചെയ്യുക ഒരു ഇത് വേണം. സ്കിൻ കളർ ബ്രൈറ്റിനൊക്കെ നമുക്ക് ലൈറ്റ് റൂമിലാണ് സെറ്റ് ചെയ്യുക. ഇതിൽ സ്കിൻ കളർ ആഡ് ചെയ്യാന്ന് ഈ മെത്തേഡിനെ പറയാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായി വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.